നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭയിൽ നല്ല ഉഗ്രൻ അടി നടക്കുകയാണ്. ഒന്നാന്തരം പോർവിളികൾ. സ്പീക്കറും പ്രതിപക്ഷ നേതാവുമാണ് രണ്ട് പക്ഷത്തായി നിൽക്കുന്നത്. എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സഭ നടത്തിക്കൊണ്ടു പോകുന്നത് എനിക്കൊന്ന് കാണണമെന്നായി അവസാനം പ്രതിപക്ഷ നേതാവ്. ഇത് മറുപടി പറയാൻ തുടങ്ങിയതും സഭാ ചാനൽ ഒരു കളിയും കളിച്ചു. എല്ലാം അങ്ങ് മ്യൂട്ട് ചെയ്തു. ആരും ഒന്നും കേൾക്കരുത്. പിന്നീട് ആംഗ്യം മാത്രമായി സഭാ ടിവിയുടെ സംപ്രേഷണം. സഭ കാണാനിരുന്നവർ ഒന്നടങ്കം അയ്യേ എന്നും. എന്തായാലും നിയമസഭയ്ക്കകത്ത് കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നത്. സഭയ്ക്കകത്ത് കാര്യങ്ങൾ നല്ല രീതിയിലല്ലാതെ പോകാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്തായാലും കഴിഞ്ഞ ദിവസവും വലിയ രീതിയിൽ വാക്കുതർക്കം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും, അതായത് സ്പീക്കറുടെയും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്റെ സംസാരം നിർത്തിയാൽ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാം എന്നാണോ അങ്ങ് കരുതുന്നത് എന്നായിരുന്നു. എന്തായാലും ഇന്നും അത്തരം വാക്കുകൾ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാകണം സഭാ ടിവി ആ കാര്യം അങ്ങ് ചെയ്തത്. മ്യൂട്ടാക്കി വെച്ചാൽ പിന്നെ ആർക്കും ഒന്നും മനസ്സിലാവുകയില്ലല്ലോ. എന്തായാലും നിയമസഭയിൽ സ്പീക്കർ തന്റെ പ്രസംഗം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് ഇന്ന് അടിയന്തര പ്രമേയം അവതരണത്തിനിടയിലാണ് സംഭവം. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ആദ്യ 9 മിനിറ്റ് തടസ്സപ്പെടുത്തിയതേ ഇല്ല എന്ന് പറഞ്ഞ സ്പീക്കർ AN ഷംസീർ ആരോപണം നിഷേധിച്ചു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതോടെ സഭ കലുഷിതമായി. ഇതോടെ സഭയിലെ ഓഡിയോ മ്യൂട്ട് ചെയ്തു. ഇന്ന് പിരിയുന്ന നിയമസഭ ഇനി മാർച്ച് 3-നാണ് വീണ്ടും സമ്മേളിക്കുക. SC/ST വിഭാഗങ്ങൾക്കായുള്ള ഫണ്ടും സ്കോളർഷിപ്പുകൾക്കുമായുള്ള പദ്ധതി വിഹിതം സംസ്ഥാന ബജറ്റിൽ വെട്ടിക്കുറച്ചു എന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ അംഗം AP അനിൽകുമാർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത്. സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിൽ പിന്നാക്ക വിഭാഗങ്ങളില്ല എന്നും ഇടത് സർക്കാർ ദളിത് ആദിവാസി വിരുദ്ധ സർക്കാരാണ് എന്നും കുറ്റപ്പെടുത്തിയ അനിൽകുമാർ കിഫ്ബി ഫണ്ട് വഴിയുള്ള പദ്ധതികളിലും SC/ST വിഭാഗങ്ങളെ അവഗണിക്കുന്നുവെന്ന് വിമർശിച്ചു. ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നായിരുന്നു മന്ത്രി കേളുവിന്റെ വിശദീകരണം. വരുമാന പരിധി നോക്കാതെയാണ് കുട്ടികൾക്ക് ആനുകൂല്യം നൽകുന്നത്. ബില്ല് വരുന്നത് അനുസരിച്ചാണ് തുക അനുവദിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തര പ്രമേയം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് വിമർശിച്ച മന്ത്രി KN ബാലഗോപാലം രംഗത്ത് വന്നു. ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംസ്ഥാനം മുന്തിയ പരിഗണന നൽകുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് ദളിത് വിഭാഗത്തെ ബാധിച്ചുവെന്നും വിമർശിച്ചു. വർഷാവർഷം ഈ വിഭാഗങ്ങൾക്ക് അനുവദിക്കുന്ന തുക വർദ്ധിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഒരു മാറ്റവും ഇല്ലാതെയാണ് ബഡ്ജറ്റ് വിഹിതം. ജനുവരി 22-ന് ഇറക്കിയ ഉത്തരവിൽ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വ്യക്തമാകുന്നുണ്ട്. ജനുവരി 25-ന് വേണ്ടി വെട്ടിക്കുറച്ച ഉത്തരവിറക്കി മുൻഗണന പുതുക്കി എന്നാണ് സർക്കാർ ന്യായീകരണം. SC/ST വിഭാഗത്തിൽ ലൈഫ് മിഷൻ പദ്ധതിക്കായി നീക്കിവെച്ച 140 കോടി രൂപയിൽ 1 രൂപ പോലും ചിലവാക്കിയില്ല. ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ കഴിയാത്തതിനാൽ വിദ്യാർത്ഥികൾ അപമാനിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനിടയിലാണ് പ്രസംഗം ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ട സ്പീക്കർ രംഗത്ത് വന്നത്. സ്പീക്കർ ഇടപെട്ടതിൽ രോക്ഷാകുലനായ പ്രതിപക്ഷ നേതാവ് ഇതോടെ ചെയറിനെതിരെ തിരിഞ്ഞു. എന്തിനിങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന് സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. 9 മിനിറ്റ് നേരം പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ ചെയർ ഇടപെട്ടില്ല എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. അത് ഔദാര്യമല്ല എന്ന് പ്രതിപക്ഷ നേതാവും തിരിച്ചു പറഞ്ഞു. ഈ വാക്പോര് രൂക്ഷമാകുന്നതിനിടയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി. ഇവരോട് സ്പീക്കർ തിരികെ സീറ്റിൽ പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അംഗങ്ങൾ തയ്യാറായില്ല. ഇത് തുടരുന്നതിനിടയിൽ സഭയിലെ മൈക്കുകൾ മുഴുവൻ മ്യൂട്ട് ചെയ്തു. സഭാ ടിവിയിൽ സ്പീക്കറെ മാത്രമാണ് ഈ സമയത്ത് കാണിച്ചത്. അംഗങ്ങളെ ഇരിപ്പിടത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് തിരിച്ചു വിളിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും VD സതീശൻ ഗൗനിച്ചതേയില്ല. പ്രതിഷേധം അവസാനിപ്പിക്കാതെ പ്രതിപക്ഷ MLA-മാർ നടുത്തളത്തിൽ തുടർന്നതോടുകൂടി ഇത് വാഗ്വാദത്തിലേക്ക് എത്തുകയായിരുന്നു. സ്പീക്കർ വകവയ്ക്കാതെ സ്പീക്കർ സഭാ നടപടിയിലേക്ക് കടന്നു. അംഗങ്ങളോട് ഹെഡ്സെറ്റ് വെച്ച് സഭാ നടപടികൾ ശ്രദ്ധിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു. വിവിധ ധനാഭ്യർത്ഥനകൾ പാസാക്കി സഭാ നടപടികൾ നേരത്തെ പൂർത്തിയാക്കാനാണ് പിന്നീട് സ്പീക്കർ ശ്രമിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലാണ് സംഭവ വികാസങ്ങൾ നടന്നത്. സ്പീക്കർ AN ഷംസീറിനെ എതിർത്താണ് VD സതീശൻ സംസാരിച്ചത്. ഇത്തരം ദൃശ്യങ്ങൾ സഭാ ടിവിയിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിൽ പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സഭയ്ക്ക് നടന്ന സംഭവ വികാസങ്ങളുടെ ഓഡിയോ ഇപ്പോൾ കേൾക്കാം. 6 വാത്സല്യനിധി 0, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് 0, അംബേദ്കർ വില്ലേജ് ഡെവലപ്മെന്റ് 39%, ഹെൽത്ത് കെയർ 42, എംപവർമെന്റ് സൊസൈറ്റീസ് ഫോർ SC യൂത്ത് 0, ഹൗസിംഗ് സ്കീം ഫോർ ഹോംലെസ് SCs അണ്ടർ ലൈഫ് മിഷൻ 30%. അങ്ങനെ
കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കുറച്ചു. അങ്ങനെ എന്റെ പ്രസംഗം വെറുതെ അങ്ങായിട്ട് വഴക്കിടിപ്പിക്കില്ല എന്നെ. പറയാ ഞാൻ ഈ പരിപാടി എനിക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട് മന്ത്രിമാര് ഇവിടെ മറുപടി പ്രധാനപ്പെട്ട സർ ഇവിടെ AG റിപ്പോർട്ടിൽ എന്താ ഇപ്പൊ കുട്ടികളുടെ കാര്യം, കുട്ടികളുടെ സ്ഥിതി എന്താ? നിങ്ങൾ പ്രോപ്പറായി ചാർജ് ഷീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ആളെ കേസ് വെറുതെ വിട്ടു. കൊക്കൈൻ കൊണ്ടുവന്നത് കേരളത്തിലേക്ക്. പ്ലീസ് കൺക്ലൂഡ്. 9 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ പിന്നെ അങ്ങനെയല്ല, സമയം അവസാനിപ്പിക്കണം. അങ്ങനെയല്ല. നിങ്ങൾ പ്രസംഗം സാധാരണ പാലിക്കുന്നുണ്ട്, അത് പാലിക്കണം. അല്ല, നിങ്ങൾ പാലിക്കേണ്ട സമയം നിർത്തണമെന്നേ പറയുന്നുള്ളൂ. ഏറ്റവും കുറച്ച് സംസാരിക്കുന്നത് അതെ, ഇപ്പൊ തന്നെ 9 മിനിറ്റ് കഴിഞ്ഞു. 9 മിനിറ്റ് കഴിഞ്ഞു. അല്ല, അങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. യെസ്, അങ്ങനെ റൂൾ ചെയ്യാൻ പാടില്ല. ചെയറിനോട് റൂൾ ചെയ്യാൻ പാടില്ല. ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് അനാവശ്യമായിട്ട് എന്റെ ഉള്ള സമയത്തിൽ കൂടി ഇടപെട്ട് എന്നെ ശല്യപ്പെടുത്തല്ലേ. ഇത് ഞാൻ വളരെ കുറച്ച് പറയാറുള്ളൂ. എൻഫോഴ്സ്മെന്റിന്റെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. എൻഫോഴ്സ്മെന്റിന്റെ കാര്യം 2017 രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 14,886. സാർ, അതിൽ കോടതി ശിക്ഷിക്കപ്പെട്ട കേസ് 1,445. 10% പോലും ഇല്ല കൺവിക്ഷൻ റേറ്റ്. 2018 15,431 കൺവിക്ഷൻ റേറ്റ്. ആ ഗുണ്ടകളായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും എവിടെ ചെന്നാലും ആളുകൾക്ക് പരാതികൾ അനാവശ്യമായി ഇടപെടാൻ ചെയറിൽ ഇരുന്നുകൊണ്ട് അങ്ങ് നീതിബോധം കാണിക്കണം. അനാവശ്യമായി ഇടപെടാൻ അനാവശ്യമായി അല്ല, അങ്ങനെ ചെയ്യല്ലേ. ശരിയായ രീതിയല്ല അങ്ങനെ ചെയ്യുന്നു. ശരിയായ രീതിയല്ല അങ്ങനെ ചെയ്യുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ സമീപനം അങ്ങോട്ട് വേണ്ടി വരും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ 9 മിനിറ്റ് ആയപ്പോ അങ്ങനെ നിങ്ങളെ എന്നെ പ്രസംഗം നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവാൻ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഈ രീതിയിലൊന്നും അങ്ങേപ്പോലെ ഒരു മുതിർന്ന ആൾ സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങേ നിയമസഭക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ്. ചെയറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. അത് ശരിയായ രീതിയല്ല. ചെയറിന് ഈ രീതിയിൽ ഈ ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയിട്ടുണ്ട്. അങ്ങ് തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറയാം, അങ്ങ് തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാക്കൌട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ല. അത് അതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന